വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ്, ഇതിൽ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നടക്കാം. നോക്കൂ, ആദ്യത്തെ ആക്ടിവിറ്റി 1, ക്വസ്റ്റ്യൻ എ. ഫീച്ചേഴ്സ് ഓഫ് 2 artificial vegetative propagation methods are given below. Method 1, make its own planting material from a superior plant. Method 2, the bud of a plant bearing quality fruits is grafted onto the branch of an indigenous one of the same species. Method 1 and 2 are which type of artificial reproductive methods? എന്താണ് ആക്ടിവിറ്റി 1ലുള്ള ക്വസ്റ്റ്യൻ? ആക്ടിവിറ്റി 1ൽ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ താഴെ തന്നിരിക്കുന്നത് 2 ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആണ്, അതിൻ്റെ ഫീച്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അതായത് സസ്യപ്രജനനത്തിലെ 2 രീതികളുടെ കൃത്രിമ സസ്യപ്രജനനം, മലയാളത്തിലാണെങ്കിൽ അങ്ങനെയാണ് പറയുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ 2 മെത്തേഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ മെത്തേഡ്? ഫീച്ചേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ എന്താ പറയുന്നത്? മേക്ക് ഇറ്റ്സ് ഓൺ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫ്രം എ സുപ്പീരിയർ പ്ലാന്റ്. അതായത് എന്താണ്? ഒരു സസ്യത്തിൽ തന്നെ, ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ പുതിയ നട്ട് വളർത്താനുള്ള അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാക്കുന്നു, നട്ട് വളർത്താനുള്ള ഭാഗം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു സസ്യത്തിൽ നിന്ന് തന്നെ പുതിയ നട്ട് വളർത്താനുള്ള ഭാഗം ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മെത്തേഡ് 1. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ the bud of a plant bearing quality fruits is grafted onto the branch of an indigenous one of the same species. എന്താ പറഞ്ഞിരിക്കുന്നത്? നല്ല ഗുണങ്ങളുള്ള അല്ലെങ്കിൽ പഴങ്ങൾ തരുന്ന ഒരു പ്ലാന്റിൻ്റെ ബഡ് അതേ സ്പീഷ്യസിലുള്ള മറ്റൊരു പ്ലാന്റിൻ്റെ ബ്രാഞ്ചിൽ ചേർക്കും, വേറൊരു ബ്രാഞ്ചിൽ ചേർക്കും. മറ്റേത് സെയിം പ്ലാന്റിൽ തന്നെ ചെയ്യുന്നു, മറ്റേത് എന്താണ് സെയിം പ്ലാന്റിൽ നിന്ന് തന്നെ എടുക്കുന്നു, മറ്റേത് വേറൊരു പ്ലാന്റിലേക്ക് ചേർക്കുന്നു അല്ലേ. അതായത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സ് തരുന്ന അതിൻ്റെ പ്ലാന്റിൻ്റെ ബഡ് അതേ സ്പീഷ്യസിലുള്ള മറ്റൊരു പ്ലാന്റിൻ്റെ ബ്രാഞ്ചിൽ ചേർത്ത് വെക്കുന്നു. അങ്ങനെ 2 മെത്തേഡ്സ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് 1ൽ വരുന്നത് ലെയറിംഗ് ആണ്. മെത്തേഡ് 1 എന്ന് പറയുന്നത് ലെയറിംഗ് ആണ്. മെത്തേഡ് 2 ബഡ്ഡിംഗ് ആണ്. മെത്തേഡ് 1 ലെയറിംഗ്, മെത്തേഡ് 2 ബഡ്ഡിംഗ്. അപ്പോൾ ലെയറിംഗ് എന്താണ്, ബഡ്ഡിംഗ് എന്താണ്, ഗ്രാഫ്റ്റിംഗ് എന്താണ്, ആ പോർഷൻസ് നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. റൈറ്റ് 1 അഡ്വാൻറ്റേജ് ഓഫ് ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ലെയറിങ്ങിൻ്റെയും ഗ്രാഫ്റ്റിങ്ങിൻ്റെയും ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ലെയറിങ്ങിൻ്റെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. സാപ്ലിംഗ് വിൽ ഹാവ് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് പേരന്റ് പ്ലാന്റ്. ഗ്രാഫ്റ്റിംഗ് ബ്ലൂംസ് ആൻഡ് ഈൽഡ്സ് ക്വിക്ലി. എന്താണ് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ? പുതിയ ചെടിക്ക് എന്തായിരിക്കും, നമ്മുടെ പേരന്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസ് ഉണ്ടാവും. പേരന്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസ് ആയിരിക്കും പുതിയ ചെടിക്ക് ഉണ്ടാവുക, പുതിയ സാപ്ലിങ്ങിന് ഉണ്ടാവുക. ഗ്രാഫ്റ്റിങ്ങിൻ്റെ എന്താണ്? ബ്ലൂംസ് ആൻഡ് ഈൽഡ്സ് ക്വിക്ലി. എന്താണ്? പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അല്ലേ. ഫലവും പെട്ടെന്ന് തന്നെ പൂക്കുകയും ചെയ്യും, അതിൻ്റെ ഈൽഡ് പെട്ടെന്ന് തന്നെ ഫലവും ലഭിക്കും. അതാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ലെയറിങ്ങിൻ്റെയും ഗ്രാഫ്റ്റിങ്ങിൻ്റെയും ഒരു അഡ്വാൻറ്റേജസ് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. റൈറ്റ് എനി 2 ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. ലെയറിംഗ് വഴി ഉണ്ടാകുന്ന ചെടികളുടെ 2 ദോഷങ്ങൾ എഴുതാണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്നാണ് പറഞ്ഞത്. ഡിസ്അഡ്വാൻറ്റേജ്. മറ്റടുത്ത് അഡ്വാൻറ്റേജ് ആയിരുന്നു ചോദിച്ചിരുന്നത്, ഇവിടെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലെയറിങ്ങിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സൈസ് ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് ദ പ്ലാന്റ് വിൽ ബി ലെസ്. സൈസും അതുപോലെ ലൈഫ് സ്പാൻ, ആയുസ്സും ആ ചെടിക്ക് കുറവായിരിക്കും. അതുപോലെ ദർ വിൽ ബി നോ ടാപ്പ് റൂട്ട് സിസ്റ്റം. അതിൽ എന്ത് ഇതുണ്ടാവില്ല? ടാപ്പ് റൂട്ട്, പ്രധാന വേര് ഉണ്ടാകില്ല. ടാപ്പ് റൂട്ട് സിസ്റ്റം അതിൽ ഉണ്ടാകില്ല. അപ്പം ലെയറിങ്ങിൻ്റെ 2 ഡിസ്അഡ്വാൻറ്റേജ് അതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2ൽ നോക്കാം. സം ഓഫ് ദ തിങ്സ് ദാറ്റ് ഈസ് ടു ബി ഡൺ on a flower that need to be artificially pollinated for hybridization are given. Find its reasons and complete the table. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുമ്പോൾ
പൂവിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളുമാണ് തന്നിരിക്കുന്നത്. പൂവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. തിങ്സ് ടു ബി ഡൺ ഓൺ ദ ഫ്ലവർ. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുമ്പോൾ പൂവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് എന്താണെന്ന് നമുക്ക് നോക്കാം. റിമൂവ് ദ സ്റ്റേമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇസ് ടു ബി ഡൺ. എന്താണ് ആദ്യത്തിൽ എന്താ പറയണേ? റിമൂവ് ദ സ്റ്റേമൻ, എന്താണ് പൂവിൽ നിന്ന് സ്റ്റേമൻസ് നീക്കം ചെയ്യുക. ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. അപ്പോൾ പൂവിൽ നിന്ന് സ്റ്റേമൻസ് നീക്കം ചെയ്യുന്നത് എന്തിനാണ്, ഒഴിവാക്കുന്നത് എന്തിനാണ്, റിമൂവ് ചെയ്യുന്നത് എന്തിനാണ്? ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ ഫ്രം ദ സെയിം പ്ലാന്റ്. എന്തിനാണ്? സെയിം പ്ലാന്റിൽ എന്ത് നടക്കാതിരിക്കാൻ? സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയാലും മതി. ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കുക ഫ്രം ദ സെയിം പ്ലാന്റിൽ നിന്ന് തന്നെ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിമൂവ് ദ സ്റ്റേം ഫ്രം ദ ഫ്ലവേഴ്സിൽ നിന്ന് സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്നത്. ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ ഫ്രം ദ സെയിം പ്ലാന്റിൽ നിന്ന് സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി. ഇനി രണ്ടാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫ്ലവർ ഈസ് റാപ്ഡ് ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷന് ശേഷം ഫ്ലവേഴ്സ് എന്ത് ചെയ്യണം? റാപ്പ് ചെയ്യണം, പൊതിഞ്ഞു വെക്കണം. അതെന്തിനാണ്? ടു പ്രിവെൻറ്റ് ദ റീച്ചിങ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ്? മറ്റുള്ള പ്ലാന്റ്സിൽ നിന്ന് എന്താണ് പോളൻ ഗ്രെയിൻസ് അല്ലേ, മറ്റു സസ്യങ്ങളിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരാഗണം നടക്കാതിരിക്കുക. ടു പ്രിവെൻറ്റ് ദ റീച്ചിങ് ഓഫ് പോളൻ ഗ്രെയിൻസ് അവിടേക്ക് എത്താതിരിക്കാൻ, മറ്റുള്ള പ്ലാന്റ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷന് ശേഷം ഫ്ലവർ റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണം. അതിൻ്റെ റീസണും ഇതാണ്. ഇനി ക്വസ്റ്റ്യൻ ബി, വെൻ ഷുഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഡൺ, വൈ? എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എപ്പോൾ ചെയ്യണം, എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. As soon as the flower blooms, otherwise the pollinators may pollinate the flower from flowers we don't intend. എന്താണ് പറയുന്നത്? പൂവ് വിരിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ കീടങ്ങളോ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയൊക്കെ എന്ത് സംഭവിക്കും? വേറെ ചെടികളിൽ നിന്നും ഒക്കെ എന്ത് സംഭവിക്കും? പോളിനേഷൻ നടക്കാം, അനാവശ്യമായ പോളിനേഷൻ നടക്കാം. പോളിനേറ്റ് ദ ഫ്ലവർ ഫ്രം ഫ്ലവേഴ്സ് വി ഡോണ്ട് ഇൻറ്റെൻഡ്. ആവശ്യമില്ലാത്ത പോളിനേഷൻ അവിടെ നടക്കും. അപ്പോൾ പൂ വിരിഞ്ഞ ഉടനെ തന്നെ എന്ത് നടത്തണം? പോളിനേഷൻ നടത്തണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തണം. അല്ലെങ്കിൽ മറ്റുള്ള വഴികളിലൂടെ വേറെ പോളിനേറ്റേഴ്സോ അല്ലെങ്കിൽ കീടങ്ങളോ ഒക്കെ വഴി എന്ത് സംഭവിക്കാം? ഈ പോളിനേഷൻ നടക്കാം. ക്വസ്റ്റ്യൻ സി, റൈറ്റ് ദ നെയിം ഓഫ് എനി ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗറിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? സൽകീർത്തിയാണ്. അപ്പം നിങ്ങൾ ഓരോ ഇതിൻ്റെയും ഹൈബ്രിഡ് വെറൈറ്റീസ് പഠിച്ചു വയ്ക്കുക. പവിത്രയുടെയും ഉജ്ജ്വലയുടെയും പിന്നെന്താണ് ജ്യോതികയുടെയും ഒക്കെ നിങ്ങൾ പഠിച്ച ഉജ്ജ്വല, ജ്യോതിക ഇതിൻ്റെയൊക്കെ എന്താണ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോന്നിൻ്റെയും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ലേഡീസ് ഫിംഗറിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി സൽകീർത്തിയാണ്. അപ്പോൾ ഓരോ ഇതിൻ്റെയും ഹൈബ്രിഡ് വെറൈറ്റീസ് പഠിച്ചു വയ്ക്കുക. Next, activity 3. Check the table given below. Give appropriate heading to the column. Add more example to each category. ഇവിടെ കുറച്ച് ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ അതിന് അനുയോജ്യമായ ഹെഡിങ്സും ബാക്കിയുള്ള കോളങ്ങളിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് പറ്റിയ കൂടുതൽ എക്സാമ്പിളുകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ എന്താ പറയുക? പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് പാർട്സ് വെയർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടേക്ക് പ്ലേസ്. ആദ്യത്തേൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ, സസ്യത്തിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള വളർച്ച. ദ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് പാർട്സ് വെയർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടേക്ക് പ്ലേസ്. നെക്സ്റ്റ് എന്താണ്? പ്ലാന്റ് ഇൻ വിച്ച് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ്. എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സസ്യങ്ങൾ. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? പ്ലാന്റ്സ് വിച്ച് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടേക്ക് പ്ലേസ്. അടുത്തതിൽ പറഞ്ഞേക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനും എന്താണ് രണ്ടും നടക്കുന്നത് അല്ലേ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും രണ്ടും നടക്കുന്ന പ്ലാന്റ്സിൻ്റെ എഴുതാൻ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്
സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രം നടക്കുന്നത്, രണ്ടും നടക്കുന്നത്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് എക്സാമ്പിളുകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഏതൊക്കെയാണ്? ബ്രയോഫില്ലം, ലീഫ് അല്ലേ, റോസ്, ജിഞ്ചർ. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ലേഡീസ് ഫിംഗർ, പാഡി, പംകിൻ. നെക്സ്റ്റ് രണ്ടും നടക്കുന്നത് മുരിങ്ങ, ശീമക്കൊന്ന, കറി ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളുകൾ എഴുതാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? Vegetative propagation is the process of producing new seedling from the vegetative parts of plant such as root, stem, leaves and rhizome. This is asexual reproduction. അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഒക്കെ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതിനെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും പറയും. അപ്പോൾ ഇത് എസെക്ഷൽ ആണ്, ഇത് സെക്ഷൽ ആണ്, ഇത് ബോത്ത് സെക്ഷൽ ആൻഡ് എസെക്ഷൽ ആണ്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ബട്ട് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എന്താണ്? സീഡ്സ് വഴി പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, അപ്പു കൾട്ടിവേറ്റഡ് പൾസസ്. അപ്പു എന്ത് ചെയ്തു? പൾസസ് കൾട്ടിവേറ്റ് ചെയ്തു. ഭാഗ്യലക്ഷ്മി ഹൈബ്രിഡ് സീഡ്സ് വാസ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഭാഗ്യലക്ഷ്മി ഹൈബ്രിഡ് സീഡ്സ് ആണ്. ഹവർ ദ ഈൽഡ് ഡിക്രീസസ്. പക്ഷെ എന്ത് ചെയ്തു? വിളവ് കുറഞ്ഞു. റൈറ്റ് എനി 2 തിങ്സ് ദാറ്റ് വുഡ് കോസ് ഇറ്റ്. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്തായിരിക്കും? ദ സോയിൽ മേ ബി ലെസ് ഫെർട്ടൈൽ. ഒന്ന് എന്തായിരിക്കും? ആ സോയില് ഫെർട്ടൈലിറ്റി കുറവുള്ളതായിരിക്കും. സ്കേഴ്സിറ്റി ഓഫ് സൺലൈറ്റ്, സൺലൈറ്റിന്റെ കുറവുണ്ടാവും. നോട്ട് കൺട്രോളിങ് പെസ്റ്റ് ആൻഡ് വീഡ്സ്, പെസ്റ്റിനെയും വീഡ്സിനെയും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, while selecting seeds, what are the qualities of the plant, fruits and seed to be considered? എന്താണ് നമ്മൾ സീഡ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്ലാന്റ് ആണെങ്കിൽ ഹൈ ഈൽഡിങ് ഹെൽത്തി പ്ലാന്റിനെ എടുക്കണം, അതായത് നല്ല ആരോഗ്യമുള്ള നല്ല ഈൽഡ് നൽകുന്ന പ്ലാന്റിനെ തിരഞ്ഞെടുക്കുക. ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഫുള്ളി റൈപ്പൻഡ്. എന്താണ്? പൂർണ്ണമായി പഴുത്തത് തിരഞ്ഞെടുക്കണം. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നല്ല പൂർണ്ണമായിട്ട് പഴുത്തതിനെ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് സീഡ് വിത്ത് നോർമൽ സൈസ് ആൻഡ് വെയിറ്റ്. എന്താണ്? സീഡ് എങ്ങനെയാണ്? നല്ല ശരിയായ വലിപ്പവും ഭാരവും ഉള്ളത്, നോർമൽ സൈസ് ആൻഡ് വെയിറ്റ് അല്ലേ? ശരിയായ വലിപ്പവും വെയിറ്റ് ഉള്ളതും നമ്മൾ തിരഞ്ഞെടുക്കണം, സൈസും വെയിറ്റ് ഉള്ളതും തിരഞ്ഞെടുക്കണം. അപ്പോൾ പ്ലാന്റ് ആണെങ്കിൽ ഹൈ ഈൽഡിങ് ഹെൽത്തി പ്ലാന്റ് ആണ്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഫുള്ളി റൈപ്പൻഡ്, നല്ല പഴുത്ത അത് നോക്കി തിരഞ്ഞെടുക്കണം. സീഡ് ആണെങ്കിൽ നോർമൽ സൈസ് ആൻഡ് വെയിറ്റ് ഉള്ളത് തിരഞ്ഞെടുക്കണം. അപ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 5, the merits and demerits of organic and chemical fertilizers are tabulated below. Analyze the information in the table and write what stand should we follow in the selection of fertilizers. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിനും മെറിറ്റും ഉണ്ട് ഡെമെറിറ്റും ഉണ്ട് അല്ലേ? അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ ഓർഗാനിക്കും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെയും തന്നിട്ടുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ എഴുതുക? എന്തൊക്കെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ തന്നെ? ഒബ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ, ഓർഗാനിക് മാറ്ററിൽ നിന്ന് മാത്രമാണ് ഇത് എടുക്കുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയിൽ,
കെമിക്കൽസ് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. നെക്സ്റ്റ് റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, കുറച്ച് ക്വാണ്ടിറ്റി മതി. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നോട്ട് ഹാംഫുൾ ടു സോയിൽ, സോയിലിന് ദോഷമല്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ്? എക്സസ് യൂസ് ഓഫ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, ഒരുപാട് യൂസ് ചെയ്യുന്നത് സോയിലിന്റെ സ്ട്രക്ചറിനെ തന്നെ നശിപ്പിക്കും. നെക്സ്റ്റ് കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ്, സിംഗിൾ കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ്, സപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെന്റ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യാം. കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെന്റ്. അപ്പം നമ്മൾ ഇതിൽ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് അല്ലേ? ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഗുണവും ഉണ്ട് ദോഷമുള്ളതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അനലൈസ് ചെയ്ത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം, ഇതിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. രണ്ടിനും എന്തുണ്ട്? ഗുണവും ദോഷങ്ങളും ഉണ്ട്. സോ മിക്സ്ഡ് ഫാമിംഗ് ഈസ് പ്രിഫേർഡ്. അപ്പം നമ്മൾ എന്താ കൂടുതലും തിരഞ്ഞെടുക്കേണ്ടത്? മിക്സ്ഡ് ഫാമിംഗ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടിനും ഗുണവും ദോഷവും ഉള്ളതിനാൽ എന്ത് ചെയ്യണം? നമ്മൾ മിക്സ്ഡ് ഫാമിംഗ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. വിച്ച് യൂസ് മോർ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ലെസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എങ്ങനെ തിരഞ്ഞെടുക്കാം? അത് ചെയ്യണം. കുറച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കൂടുതൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം മിക്സഡ് ഫാമിംഗ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ്? കൂടുതൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കുറച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കൂടി യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഇസ് എ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ? എന്താണ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാൻഡ് പിക്കിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് പെസ്റ്റ് യൂസിങ് ട്രാപ്സ്. എന്താണ് ഹാൻഡ് പിക്കിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് പെസ്റ്റ് യൂസിങ് ട്രാപ്സ്? ട്രാപ്സ് ഒക്കെ ഉപയോഗിച്ച് എന്താണ്? കീടങ്ങളെ നശിപ്പിക്കണം അല്ലേ? നമ്മൾ കീടങ്ങളെ പിടിച്ച് നശിപ്പിക്കുന്നതാണ്. ട്രാപ്സും ഹാൻഡ് പിക്കിങ്ങിലൂടെയൊക്കെ പെസ്റ്റുകളെ നശിപ്പിക്കുന്നതാണ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ആൻ ഇൻസെക്ട് ദാറ്റ് ഹെൽപ്പ് ഫോർ പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ നമുക്ക് പെസ്റ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെസ്റ്റിന്റെ പേര് പറയാനാണ്, ഒരു ഇൻസെക്റ്റിന്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ലേഡി ബഗ്. അപ്പോൾ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഈ ട്രാപ്സ് ഒക്കെ ഉപയോഗിച്ച് പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ പെസ്റ്റ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസെക്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ലേഡി ബഗ്. Activity 6, question A. There are 3 glasses of colorless liquids on a table. ഒരു ടേബിളിൽ 3 കളർലെസ് ലിക്വിഡ്സ് വച്ചിട്ടുണ്ട്. വൺ ഓഫ് ദം ഈസ് ആസിഡ്, ഒരെണ്ണം ആസിഡ് ആണ്. വൺ ഈസ് ബേസ്, ഒന്ന് ബേസ് ആണ്. ആൻഡ് വൺ ഈസ് വാട്ടർ, ഒന്ന് വാട്ടർ ആണ്. ക്യാൻ യു ഐഡന്റിഫൈ ദം ബൈ ടച്ച് ഓർ ടേസ്റ്റ്? വൈ? അതിൽ നമുക്ക് എന്താണ്? ടച്ച് ചെയ്തിട്ടോ ടേസ്റ്റ് ചെയ്തിട്ടോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടെന്നാണ്? നോ, ബിക്കോസ് ആസിഡ്സ് ആൻഡ് ബേസ് വിൽ കോസ് ബേണിങ്. എന്താണ്? ഇല്ല, നമുക്ക് അങ്ങനെ ടച്ചും ടേസ്റ്റും ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആസിഡിനും ബേസിനും എന്തുണ്ട്? ബേണിങ്ങിനുള്ള, അതായത് പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആസിഡും ബേസും എന്തിന് കാരണമാകും? പൊള്ളലിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുകയോ ടേസ്റ്റ് ചെയ്തിട്ടോ നോക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ ബി, ഹൗ ടു ഐഡന്റിഫൈ ദീസ് സേഫ്ലി? ഇതെങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Acid and base can be detected by dipping blue and red litmus papers into the liquids in all 3 glasses. എന്താണ്? ആസിഡും ബേസും നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? എന്തുപയോഗിച്ച്? ബ്ലൂവും റെഡും ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബ്ലൂവും റെഡും ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ആസിഡും ബേസും നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചറിയാനായിട്ട് പറ്റും. When blue litmus paper is dipped in acid, its color turn red. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഡിപ്പ് ചെയ്യുമ്പോൾ, മുക്ക് കഴിയുമ്പോൾ അത് എന്ത് കളറായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. അതുപോലെ ബേസ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. ബേസിൽ റെഡ് ലിറ്റ്മസ് മുക്കുമ്പോൾ അത് ബ്ലൂ ആയിട്ടും മാറും. വാട്ടർ ഡസ് നോട്ട് ഡിസ്കളർ either. വാട്ടറിൽ രണ്ടും എന്ത് ചെയ്യുന്നില്ല? രണ്ട് ഡിസ്കളർ ആവുന്നില്ല, അതായത് കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, വെള്ളത്തിൽ മാറ്റില്ല. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡ് ആകും, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബേസിൽ എന്താകും?
ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബേസിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡായിട്ടും മാറും. റെഡ് ലിറ്റ്മസ് ബേസിൽ ബ്ലൂ ആയിട്ടും മാറും. വാട്ടറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഭാഗവും നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. വാട്ട് കളർ ചേഞ്ച് വിൽ ഒക്കർ ഇഫ് വിനെഗർ ഈസ് ആഡഡ് ടു പതിമുഖം വാട്ടർ? പതിമുഖം വാട്ടറിൽ വിനെഗർ ആഡ് ചെയ്താൽ എന്ത് കളർ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെല്ലോ, ബ്ലൂ, പിങ്ക്, റെഡ്, ഏതാണ്? യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിനെഗർ പതിമുഖം വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കളറായിരിക്കും ഉണ്ടാവുക? യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. When Anu took a yellow powder from the science kit and mixed it with a colorless liquid, its color turned red. What would be the powder and the liquid she used? അനു എന്ത് സംഭവിച്ചത്? അനു സയൻസ് കിറ്റിൽ നിന്ന് ഒരു യെല്ലോ പൗഡർ എടുത്തിട്ട് കളറില്ലാത്തൊരു വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കളർ എന്തായിട്ട് മാറി? റെഡ് കളറായിട്ട് മാറി. അപ്പോൾ വാട്ട് വുഡ് ബി ദ പൗഡർ ആൻഡ് ദ ലിക്വിഡ് ഷീ യൂസ്ഡ്? എന്തായിരിക്കും ആ പൗഡർ? അവൾ എന്തിലായിരിക്കും അത് യൂസ് ചെയ്തിട്ടുണ്ടാവുക? അത് ലിക്വിഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ യെല്ലോ പൗഡർ മേ ബി ടർമറിക് ആൻഡ് ദ ലിക്വിഡ് എനി ബേസ്. ആ യെല്ലോ പൗഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും? ടർമറിക് പൗഡർ എന്തെങ്കിലും ആയിരിക്കും. ആ ബേസ് എന്ന് പറയുന്നത്, അത് ലിക്വിഡ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. ലിക്വിഡ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. അപ്പോൾ കളർലെസ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് അവൾ ആ യെല്ലോ പൗഡർ കൊണ്ടുപോയി ഇട്ടത്. അപ്പോൾ ഈ കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. ബേസിലേക്ക് ടർമറിക് പൗഡർ ഇട്ടപ്പോൾ അതെന്ത് കളറായിട്ട് മാറി? റെഡ് കളറായിട്ട് മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ കളർ ചേഞ്ച്? ഈ കളർ ചേഞ്ചിന് കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ടർമറിക് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ബേസ്. ബേസിന്റെ ഇൻഡിക്കേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ടർമർ എന്ന് പറയുന്നത്. ടർമറിക് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇറ്റ് ഷോസ് റെഡ് കളർ ഇൻ ബേസസ്. ഇതെന്താ സംഭവിക്കുന്നത്? ബേസസിൽ ഇത് എന്ത് കളറായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. നെയിം 2 നാച്ചുറൽ ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈച്ച് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ്. ആസിഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 നാച്ചുറൽ ആയിട്ടുള്ളതും കെമിക്കൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പം പേപ്പർ റബ്ഡ് വിത്ത് റെഡ് ഹിബിസ്കസ് പേപ്പർ, പതിമുഖം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമ്മളുടെ ചെമ്പരത്തി പൂവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പേപ്പറിൽ നന്നായി ഉരച്ചിട്ട് നമുക്ക് ലിറ്റ്മസ് പേപ്പർ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പേപ്പറിൽ ഹിബിസ്കസ് പേപ്പർ നന്നായി എന്ത് ചെയ്യണം? റെഡ് ഹിബിസ്കസ് നന്നായി റബ്ബ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഹിബിസ്കസ് പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മീഥൈൽ ഓറഞ്ചും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാറുണ്ട്, മീഥൈൽ ഓറഞ്ചും ഉപയോഗിക്കാറുണ്ട്. എന്തിനാണെന്ന് നിങ്ങൾ ഓർക്കണം, ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് കേട്ടോ. ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹിബിസ്കസ് നമ്മുടെ പേപ്പറിൽ റബ്ബ് ചെയ്തിട്ട് അതൊരു പേപ്പർ പോലെ ഒരു പേപ്പർ ഉണ്ടാക്കിയെടുക്കും. ഡ്രൈ ചെയ്തിട്ട് ഒരു പേപ്പർ ഉണ്ടാക്കിയെടുക്കും. അപ്പം പേപ്പർ റബ്ഡ് വിത്ത് റെഡ് ഹിബിസ്കസ് പേപ്പർ. പിന്നെ എന്താണ്? പതിമുഖം. ഇത് രണ്ടുമാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മീഥൈൽ ഓറഞ്ചും ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. ആസിഡ്സ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ മെറ്റൽ ബോട്ടിൽസ്. ആസിഡ്സ് മെറ്റൽ ബോട്ടിൽസ് സ്റ്റോർ ചെയ്യാറില്ല. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും കാരണം? കാരണം എന്താണ്? ദ ബോട്ടിൽ വിൽ കൊറോഡ് ആസ് ദ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ആസിഡ്സ് എന്തുമായിട്ടും റിയാക്ട് ചെയ്യും? മെറ്റൽസുമായിട്ട്, ലോഹങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യും. അത് അപ്പം എന്ത് സംഭവിക്കും? അങ്ങനെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കും അല്ലേ? അതുകൊണ്ടാണ് അതിൽ സൂക്ഷിക്കാത്തത്. ആസിഡ്സ് മെറ്റൽ ബോട്ട്സിൽ സൂക്ഷിക്കാത്തത്. അപ്പോൾ ദ ബോട്ടിൽ വിൽ കൊറോഡ് ആസ് ദ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയും ആ മെറ്റലിനെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. Question B. Complete the table given below identifying the use of substance like acetic acid, citric acid, sodium hydroxide, magnesium hydroxide, tannic acid and formic acid. എന്താ തന്നിരിക്കുന്നത്?
താഴെ ടേബിൾ തന്നിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സബ്സ്റ്റൻസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ യൂസ് തന്നിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സബ്സ്റ്റൻസ് അസറ്റിക് ആസിഡ് ആണ്. അതിൻ്റെ യൂസ് എന്താണ്? ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്താണ്? സിട്രിക് ആസിഡ് ആണ്. ടു മേക്ക് ഡ്രിങ്ക് ആണ്, ഡ്രിങ്ക്സ് ഉണ്ടാക്കാനാണ്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോർ മേക്കിംഗ് സോപ്പ്, പേപ്പർ, റയോൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ മെഡിസിൻസിലാണ് യൂസ് ചെയ്യുന്നത്. ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്, ലെതറും ഇങ്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോമിക് ആസിഡ് ടു തിക്കൻ ദ റബ്ബർ സബ് ക്വിക്ലി, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനാണ്? തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റബ്ബർ പാല് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റിക് ആസിഡ് അങ്ങനെ കുറേ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് വച്ചിട്ട് നിങ്ങളോട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 9 ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഡു ദ മാർക്സ് 1, 2, 3, 4 ഇൻഡിക്കേറ്റഡ്? 1, 2, 3, 4 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തേക്കണം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഗ്ലോയിങ് ബൾബാണ്. രണ്ടാമത്തെ എന്താണ്? കണ്ടക്റ്റിംഗ് വയറാണ്. മൂന്നാമത്തെ ബാറ്ററിയാണ്. നാലാമത്തെ സ്വിച്ച് ഓൺ മോഡിലാണ്. അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഓൺ മോഡിലാണ് ഇരിക്കുന്നത്. സ്വിച്ച് ഓൺ മോഡിലാണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ബി, ഇസ് ദിസ് സർക്യൂട്ട് ഓപ്പൺ ഓർ ക്ലോസ്ഡ്? ഈ സർക്യൂട്ട് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് സർക്യൂട്ടാണ്? ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ഗ്ലോയിങ് ബൾബ് തെളിയുള്ളൂ അല്ലേ. അപ്പോൾ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, റൈറ്റ് എ വേ ടു ഷോ ദാറ്റ് ദിസ് സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഇത് ഓപ്പൺ സർക്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഈ അടഞ്ഞിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തുറന്നു വയ്ക്കണം അല്ലേ. അത് ഓപ്പൺ സർക്യൂട്ട് ആവാം. അപ്പോൾ ഷോ ദ സ്വിച്ച് ആസ് ഓഫ് മോഡ് ആൻഡ് ദ ബൾബ് ആസ് നോട്ട് ഗ്ലോയിങ്. അപ്പോൾ അത് ഓഫ് മോഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബൾബ് തെളിയില്ല അല്ലേ. ഷോ ദ സ്വിച്ച് ആസ് ഓഫ് മോഡ് ആൻഡ് ദ ബൾബ് ആസ് നോട്ട് ഗ്ലോയിങ്. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടാവരുത് കേട്ടോ. ബൾബ് തെളിയാനും പാടില്ല. ഇത് പാടില്ല കേട്ടോ. അപ്പോൾ ബൾബ് തെളിയാനും പാടില്ല. അപ്പോൾ ഇത് ഓഫ് മോഡ് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ സാധനം ഇങ്ങനെ പൊങ്ങിയിരിക്കണം. ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. എന്നാലാണ് അത് ഓപ്പൺ സർക്യൂട്ട് ആവുള്ളൂ. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യില്ല. അത് ഓഫ് മോഡിലായിരിക്കണം. സ്വിച്ച് ഓഫ് മോഡിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.